4 കുട്ടികൾ തിരുവനന്തപുരത്തു നിന്ന് മിസ്സായിട്ടുണ്ട്. 4 +2 കുട്ടികൾ തിരുവനന്തപുരത്തു നിന്ന് മിസ്സായി. എന്താ പറയുക, അവൻ്റെ കാമുകി ഒരാൾ കൊന്നുപോയി. ഇതാണ് സംഭവം ഉണ്ടായത്. ഒരാളെ കൊന്നാൽ മാത്രം പോരാ, പിന്നെ കൊല്ലുക, പിന്നെ ചോരെടുക്കുക, അത് കുടിക്കുക, അല്ലെങ്കിൽ തലയിൽ തേക്കുക, ഓടി നടക്കുക. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു റീക്രിയേറ്റ് ദാറ്റ്, ഇതേപോലെ നമുക്ക് ചെയ്തതിന് ഓഫ് കോഴ്സ് ദേ വിൽ ബി ചേഞ്ച്. സ്ഥിരമായിട്ട് അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ പിന്നീട് മറന്നേക്കാം. പക്ഷെ നിങ്ങൾ 5 വയസ്സ് 8 വയസ്സിൽ കണ്ട ഒരു സിനിമ അത് എക്കാലവും നിങ്ങളുടെ മനസ്സിൽ പതിയും. ദാറ്റ് ഇസ് ദ പവർഫുൾ മീനിങ് കോൾഡ് സിനിമ. അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു ആഘാതം, ഇമ്പാക്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആസ് എ സിനിമ ലവർ എനിക്കൊരു പ്രശ്നം ഈ ഇടയ്ക്ക് സിനിമയിൽ കണ്ടുവരുന്നത്, വല്ലാതെ വയലൻസ് അങ്ങോട്ട് ആഹ്ലാദമായിട്ട് കൊണ്ടുവരുന്നത്, സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു വയലൻസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ പറ്റിയ 3 പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജോയിനിങ് മീ അരവിന്ദ് വാര്യർ, തിയേറ്റർ പേഴ്സണാലിറ്റി, ആക്ടർ; ആലൻ തോമസ്, ഫിലിം മേക്കർ, ഫിലിം enthusiast; ലാലു, our own RJ, but a film enthusiast, worked in films, വിഷ്വൽ മാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്. നിങ്ങൾ 3 പേരായിട്ടും എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കോ കണ്ടിരുന്നു? കണ്ടിരിക്കാൻ പറ്റിയോ? കണ്ടിരിക്കാൻ പറ്റി. കഷ്ടിച്ച് കണ്ടിരുന്നു അതോ സന്തോഷിച്ച് കണ്ടിരുന്നു? അതെ, ആ സിനിമയുടെ ഒരു മൂഡിനനുസരിച്ച് അത് കണ്ടിരിക്കാൻ പറ്റി. അല്ലെ, ഒരു സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു വർദ്ധിച്ചു വരുന്ന വയലൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാതെ ഈ കൾച്ചർ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്, ഈ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വർദ്ധിച്ചു വരുന്ന ഇമ്പാക്റ്റിൻ്റെ ഭാഗമാണ്. ഈ സിനിമയിലുള്ള ഒരു വയലൻസ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചിലപ്പോൾ ഇത്രയും ദൃശ്യമാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളില്ലാത്തതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം. ബട്ട് സിനിമ എന്ന് പറയുന്ന അതൊരു സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ചിലപ്പോൾ വേറൊരു വേർഷൻ പറയുന്നതായിരിക്കാം. സോ എനിക്കങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റ് എനിക്ക് തോന്നുന്നില്ല. മേ ബി 1-2 സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. ദാറ്റ് ഡസൻ മീൻ ഇനി അങ്ങോട്ട് ഫുൾ വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ വാണിജ്യപരമായിട്ട് ഇത്ര വിജയം കൈവരിക്കുന്ന ഒരു സിനിമ, മാർക്കോ ആയിക്കോട്ടെ, അതിന് മുമ്പ് ആനിമൽ ആയിക്കോട്ടെ, ഈ സിനിമകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പം ഇത്രയും പൈസ ഈ സിനിമ നേടുന്നുണ്ടെങ്കിൽ ഇത് കാണാൻ അത്രയും ആൾക്കാരുണ്ട് എന്നാണ്. പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ട്, അപ്പം അവർക്ക് പറ്റിയ പരിപാടി ഈ വയലൻസാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളൊന്ന് ഡോസേജ് കൂട്ടി കൊടുക്കാം എന്നൊരു ട്രെൻഡാണ് ഞാൻ കണ്ടുവരുന്നത്. അലൻ എങ്ങനെയാണ്? ഞാനിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇത് ബേസിക്കലി ഒരു ബിസിനസ് സംഭവം ഇതിനകത്തുണ്ട്. അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇത് ആർക്കാണ് കാണാൻ പോകുന്നത്, ആരൊക്കെയാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ള വ്യക്തമായ ധാരണയിലാണ് ഇവരിത് ഇറക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായും സിനിമ കാണാൻ പോകും, അവരിത് കാണുകയും ചെയ്യും, എൻജോയ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു എന്ന് പറയുന്നതിനോട് ഞാനങ്ങനെ യോജിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ ഒരു വാർത്ത ഞാൻ കണ്ടത്, 4 കുട്ടികൾ തിരുവനന്തപുരത്തു നിന്ന് മിസ്സായിട്ടുണ്ട്. 4 +2 കുട്ടികൾ തിരുവനന്തപുരത്തു നിന്ന് മിസ്സായി. ഒരാൾ കത്തെഴുതി വെച്ചിരിക്കുന്നു, ബോംബെയിലുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ കാണാൻ പോകാമെന്ന്. ബോംബെയിൽ ഷാറുഖ് ഖാൻ ഉണ്ട്, സൽമാൻ ഖാൻ ഉണ്ട്, അവരെ ആരെയല്ല കാണാൻ പോകുന്നത്, ഇൻഫ്ലുവൻസറെ കാണാൻ പോവുക. അപ്പോൾ മോർ ദാൻ സിനിമ ഇപ്പോൾ ഉള്ള റീൽസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വരുന്ന വീഡിയോസാണ് ആൾക്കാരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ആകുന്നത്. സിനിമ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കങ്ങനെ, മീൻസ് സിനിമയിലെ വയലൻസ് കാണിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നില്ല. പക്ഷെ സിനിമയ്ക്ക് സൊസൈറ്റിയുടെ മേത്ത് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സിനിമ എന്ന മാധ്യമത്തിന് ഇമ്പാക്ട് അത്രയധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചരിത്രത്തിലേക്ക് പിന്നോട്ട് പോവുകയാണ്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഏറ്റവും വലിയ മാധ്യമം സിനിമയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു സിനിമ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അജണ്ട അവസാനത്തെ ആൾ വരെയൊക്കെ എത്താമെന്നുള്ളത്. അപ്പോൾ അതിന് മൂലം വന്ന ഒരു ലോകം കണ്ട ദുരന്തങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഇപ്പം സിനിമയെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്
ഒരാളെ കൊന്നാൽ മാത്രം പോരാ, പിന്നെ കൊല്ലുക, പിന്നെ ചോരെടുക്കുക, അത് കുടിക്കുക, അല്ലെങ്കിൽ തലയിൽ തേക്കുക, ഓടി നടക്കുക, ഇങ്ങനെ വേറെ 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 ലെവലിലാണ് ഈ പരിപാടി പോകുന്നത്. അതെ, ഇതിപ്പം വിദ്യ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ശരിക്കും ഇൻഫ്ലുവൻസും ഇമ്പാക്റ്റും മാത്രമല്ല, ഇതെല്ലാം നോർമലൈസ് ആയി മാറുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോൾ നമ്മൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഒരാളെ കൊല്ലുക എന്നുള്ള സംഭവമാണെങ്കിൽ പോലും ഇപ്പം കുറച്ചും മുമ്പ് അരവിന്ദ് പറഞ്ഞു, അലൻ ഭായി ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നത്. ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ സിനിമ മാർക്കോ എന്നുള്ള സിനിമ, അതിന്റെ ടാഗ്ലൈൻ തന്നെ ഏറ്റവും ഹൈലി ആയിട്ടുള്ള ഒരു വയലൻസ് ഉള്ള സിനിമ എന്നുള്ള ഒരു ടാഗ്ലൈൻ തന്നെയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വിദ്യ പറഞ്ഞ അനിമലിനേക്കാളും മുകളിലേക്ക് പോകുന്ന രീതിയിൽ അവർ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അതേ ടാഗ്ലൈൻ തന്നെ കൊടുത്തിട്ടാണ് ആ സിനിമ ഇറങ്ങിയത്. സോ അതൊരു സെലിബ്രേഷൻ തന്നെയാണ് പറയേണ്ടി വരുന്നത്. അതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും നമുക്ക്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ രമേഷ് പിഷാരടിയുടെ ഒരു ഇൻ്റർവ്യൂ കാണായിരുന്നു. അതിനകത്ത് പുള്ളി പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പലതരത്തിലുള്ള സിനിമകൾ സംഭവങ്ങൾ കണ്ട് പുള്ളി പറഞ്ഞ വാക്ക് ഇതാ, ഒരുതരം റെസിസ്റ്റൻസ്, ഒരു വിഷ്വൽ റെസിസ്റ്റൻസ് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പൈസ വസൂലായെന്ന് തോന്നുന്നില്ല, ഒരു ഗുമ്മില്ല. തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ മിഴിരണ്ടിലും തിയേറ്ററിൽ കണ്ട മനുഷ്യനാണ്. അന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നത് തിയേറ്ററിൽ ഇറങ്ങി ആരെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു OTT പടമല്ലേ എന്നല്ലേ പറയത്തുള്ളൂ. കാരണം പക്ഷേ അത് തിയേറ്ററിന് വേണ്ടി അന്ന് ഇറങ്ങി തിയേറ്ററിൽ അങ്ങനെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഒരു ടേസ്റ്റ് മാറി. അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു കിഷ്കിന്ദ കാണ്ഡം പോലെ ഒരു പടം വരുന്നു, അത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കിഷ്കിന്ദ കാണ്ഡം പറയുന്നത് വളരെ സങ്കീർണമായ കഥാമുഹൂർത്തങ്ങളും കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഈ പറയും പോലെ ഇപ്പോൾ സിനിമ എല്ലാവരും കണ്ടു കാണും, അതിലും ഉണ്ട് ഒരു ഗൺ വയലൻസിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിലേക്കല്ലല്ലോ പറയുന്നത്, വേറൊരു തലത്തിലാണ് ആ കഥ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് വേണമെങ്കിൽ ആ ക്രിയേറ്റർക്ക് കുറച്ചും കൂടി വയലന്റ് ആക്കി കാണിക്കാറുണ്ട്, കുട്ടി മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുരങ്ങി മരിക്കുന്നത്. കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള വയലൻസ് നമുക്കത് ഫീൽ ചെയ്തില്ല. കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള വയലൻസ് ഒന്ന് വയലൻസിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന വയലൻസിന് വേണ്ടി സിനിമ സൃഷ്ടിക്കുക. അത് ഈ വയലൻസിന് വേണ്ടി സിനിമ സൃഷ്ടിക്കുക എന്നുള്ളതിലുപരി ചില സിനിമകൾ ബേസിക്കലി അത് സംസാരിക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്ററുടെ ഒരു ഫ്രീഡത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണം കിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിനിൽ നടക്കുന്ന ഒരു വയലൻസാണ്. ബട്ട് ഇത് സൊസൈറ്റിയിൽ സിമിലർ നേച്ചറിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഡൽഹിയിൽ 24 സെക്ടറോ അതാണ് ഒരു ഇഷ്യൂ നടന്ന ഒരു സെക്ടർ 36. ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. ആ ട്രൂ സ്റ്റോറിയുടെ ഒരു സിനിമാറ്റിക് വേർഷനാണ്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. അതായത് ഒരു സിനിമ കണ്ടിട്ടല്ല അങ്ങനെ ഒരു വയലൻസ് കമ്മിറ്റ് ചെയ്തത്. ഇതിലും ഹീനമായ പ്രവർത്തികൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേർഷൻ സിനിമ ചിലപ്പോൾ ഒരു ഡയറക്ടർ അങ്ങനെ സംസാരിക്കുന്നത് ആണ്. പിന്നെ ഈ മാർക്കോ എന്നൊക്കെ പറയുന്ന സിനിമയെക്കാളൊക്കെ അതിഭീകരമായിട്ട് വയലൻസ് സിനിമകൾ ലോക സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും അത് ഒരു കാലത്ത് ആഘോഷിച്ചിട്ടുള്ളതാണ്. ആൻഡ് ലോകത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ക്വെൻറ്റിൻ ടാരന്റീനോ അല്ലെങ്കിൽ റോബർട്ട് റോഡ്രിഗ്സ്, ഇവരുടെയൊക്കെ സിനിമകളിൽ ഈ പറയുന്ന വയലൻസിൻ്റെ പല എലമെൻസും ഉണ്ട്. ഇവരുടെ സിനിമയിലൊക്കെ എനിക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമായിട്ട് ലോക സിനിമയിൽ കൺസിഡർ ചെയ്യുന്ന സിനിമകളിൽ ഒന്നാണ്. അപ്പോൾ അതൊരു കറണ്ടായിട്ടുള്ള ഒരു ട്രെൻഡൊന്നുമല്ല. ആൻഡ് വെൻ കമ്മിങ് ബാക്ക്, ഈ ഒരു കില്ലിംഗ് ആണ് നമ്മൾ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. നമുക്കത് സെൻസർ ചെയ്യണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബാലൻ കെ നായരോ അല്ലെങ്കിൽ ഒരു TG രവി കാരണം ഇവിടെ റേപ്പുകൾ കൂടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവരഭിനയിച്ച സിനിമകൾ കാരണം ഇവിടെ റേപ്പിസ്റ്റുകളുടെ എണ്ണം കൂടുന്നില്ല. ബിക്കോസ് നമ്മൾ അവരെ കാണുന്നത്, അവരുടെ ക്യാരക്ടേഴ്സ് മുഴുവൻ അത്തരം റോളുകളാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരു ഫിലിം മേക്കറുടെ ഒരു സ്പേസാണത്. അപ്പോൾ അതിനെ ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഫിലിം മേക്കർ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നത് ഒരു ക്രിയേറ്ററാണ് താങ്കൾ. പക്ഷെ ഇപ്പോൾ സെക്ടർ 36 പോലെ ഒരു സംഭവം ഞാൻ പടം കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു കഥ കില്ലിൽ നടക്കുന്ന ഒരു ട്രെയിനിൽ സംഭവം എന്താ പറയുക, അവന്റെ കാമുകിയെ ഒരാൾ കൊന്നുപോയി. ഇതാണ് സംഭവം ഉണ്ടായത്. കാമുകിയെ കൊല്ലുന്നവരേക്കും ഇവൻ ആരെയും കൊല്ലുന്നില്ല. അതിൽ സ്പോയിലർ അലേർട്ട് ഉണ്ട് കേട്ടോ, സിനിമ കാണാത്തവർ ശ്രദ്ധിക്കണം. കാമുകിയെ കൊല്ലാത്തവരേക്കും മൂപ്പർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല.
പുള്ളി ഇടിക്കുന്നു അടിക്കുന്നു അത്രയേ ഉള്ളൂ. ഈ കാമുകിയെ കൊന്ന വഴിക്ക് പിന്നെ പുള്ളി കണ്ണി കണ്ടവരൊക്കെ കൊല്ലുക. കൊല്ലാന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കൊന്നുമല്ല കൊല്ലുന്നത്, പ്രതികാരമാവാം ഉദ്ദേശം. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനൊരു അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു നോർമൽ തിങ്കിങ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയുടെ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആബ്സലൂട്ട്ലി അതൊരു നോർമൽ സാധനം തന്നെയായിരിക്കും. പക്ഷെ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തിനും ആവാമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ആള് മാറുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എന്നെ ഈ ചർച്ചയ്ക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസർച്ച് എന്തെങ്കിലും നടന്നോ എന്നൊക്കെ നോക്കിയപ്പം കുട്ടികളിലും 20 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലും സിനിമ എങ്ങനെ ഇൻഫ്ലുവൻസ് ആകുന്നു എന്നുള്ളൊരു റിസർച്ച് നടന്നിട്ടുണ്ട്. അത് പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ. ഈയിടെ എങ്ങാനും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ സിറ്റുവേഷൻസ് മാറി, ആൾക്കാർ മാറി. നമുക്ക് പഴയ പോലെയല്ല, ഒരുപാട് ആൾക്കാർ ഭൂമിയിലുണ്ട്. നമ്മളൊരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചിട്ട് വരെയുള്ള വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇവരാരും റിയലായിട്ട് അവിടെ കൊല്ലുകയല്ല. നമ്മൾ കാണുന്നുണ്ട്, ഒരു ടയറിനിട്ടിട്ട് ചുറ്റിയിട്ട് അടിക്കുക, സൈഡിൽ നിന്ന് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബ്ലഡ് ചീറ്റിക്കൊണ്ടിരിക്കുക മുഖത്തോട്ട്, ലോ ആംഗിൾ ക്യാമറയിൽ. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം സിനിമ ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനൊരു സാധ്യതകൾ ആൾക്കാർക്ക് ഇപ്പോൾ കാണാൻ കിട്ടുന്നത് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആൾക്കാർ പോകുന്നു തോന്നുന്നില്ല. ഞാനിപ്പോൾ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്, സുരേഷ് ഗോപി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അദ്ദേഹത്തിന് തൃപ്തി തോന്നിയൊരു ദിവസം ഒരു IPS ഓഫീസർ അദ്ദേഹത്തിനെ കണ്ട്, ഞാൻ സാറിൻ്റെ കമ്മീഷണർ എന്ന സിനിമ കണ്ടിട്ട് അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് IPS കാരനായി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മീഷണർ കണ്ടിട്ട് ഒരാൾക്ക് ഇൻസ്പയർഡ് ആവാമെങ്കിൽ ആനിമലോ കില്ലോ മാർക്കോ ഒന്നും കണ്ടിട്ട് ഒരാളും ഇൻസ്പയർഡ് ആവില്ല എന്നാണ് പറയുന്നത്. അല്ല, കമ്മീഷണറെ കണ്ടിട്ട് മോഹൻ തോമസിനെ കൊല്ലുന്ന കണ്ടിട്ടായിരിക്കത്തില്ല പുള്ളി വിചാരിക്കുക. തിരുവനന്തപുരം റോഡ് സൈഡിലെ ആ സീൻസും അല്ലെങ്കിൽ പോലീസുകാരൻ്റെ റൈറ്റ്സും അതൊക്കെ തീർച്ചയായിട്ടും അത് കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു പോലീസാകണമെന്ന്. കമ്മീഷണറെ കണ്ടപ്പോൾ പോലീസുകാരനായിട്ടൊരു ഉദാഹരണമായിരുന്നു പറഞ്ഞു. ഇപ്പം പറഞ്ഞു ഇൻസ്പയർ ആയില്ലെന്ന് പറഞ്ഞ് ഒരു സിനിമയുടെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഒരു സിനിമയല്ല ഇപ്പൊ ആഘോഷിക്കപ്പെടുന്നു പറഞ്ഞപ്പോൾ മലയാളത്തിൽ അടുത്ത സമയത്ത് ഇറങ്ങിയ സിനിമകൾ മുറ, മാർക്കോ, പണി, ബാക്ക് ടു ബാക്ക് വന്ന സിനിമകളാണ്. ഇതിലെല്ലാം ക്രൈം തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് ഒരു ദിവസം കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല, 2 ദിവസം കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലുണ്ടാകും. സോ മോശമായ ഒരു സാധനം വീണ്ടും 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 കാണുമ്പോഴത്തേക്ക് അത് നോർമലൈസ് ചെയ്യുകയാണ്. അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട്, നേരത്തെ പറഞ്ഞ പോലെ യൂത്തിന് മാത്രമല്ല എല്ലാ ആൾക്കാരിലേക്കും ആ ഒരു നെഗറ്റീവ് വൈബ് മനസ്സിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഈ മാർക്കോ, പണി എന്ന് പറയുന്ന സിനിമയിലെ വയലൻസിൻ്റെ ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെ ഒരു നേരെ തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം ചെയ്യുന്ന ഇതിലും ഭീകരമായിട്ടുള്ള ക്രൂരകൃത്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ HBO-ലൊക്കെ വന്ന ചെർണോബിൽ എന്ന് പറയുന്ന സീരീസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ആയിരങ്ങൾ ആൾക്കാർ മരണപ്പെടുന്നതിനെ കുറിച്ച്, ആൻഡ് ദേ ആർ സ്റ്റിൽ സഫറിങ്. അപ്പോൾ അത് ഈ ക്രൈം എലമെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ they did much more worse than cinema. അതൊരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് അത് പോകുന്നത്. നമ്മൾ വയലൻസ് സിനിമകൾ, വയലൻസ് വിഷ്വലി കാണിച്ചുകൊണ്ട് ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സിനിമകളെ കുറിച്ച് അതിനെ, അതായത് അരവിന്ദ് പറയുന്നത് ശരിക്കും നടന്നൊരു സംഭവം. സിനിമയിൽ കാണുന്നത് അതിന്റെ ഒരു വളരെ ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ. അത് സ്റ്റൈലൈസ്ഡ് ആകുന്നത് ബിക്കോസ് അതൊരു ഡയറക്ടറിന്റെ ചോയ്സ് ആണ്. മീൻസ് അത് സ്റ്റൈലൈസ്ഡ്, അതെങ്ങനെ ആ ചോയ്സിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ആക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അതായത് ഇപ്പോൾ ആനിമൽ എന്നുള്ളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അതിൽ ചർച്ച ചെയ്യപ്പെട്ടത് ആ സിനിമയിലത്തെ മൊത്തം വയലൻസിന് ഉപരി ഇവർ തമ്മിൽ, അതായത് രൺബീർ കപൂറും അതിൻ്റെ നായികയും തമ്മിൽ വരുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ കെമിസ്ട്രിയെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് അർജുൻ റെഡ്ഡി എന്നുള്ള സിനിമയിലും അതുണ്ടായിരുന്നു. ഇപ്പൊ ഡയറക്ടർ സന്ദീപ് വാങ്ക റെഡ്ഡി എന്നുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ നേരിടുന്ന വിമർശനം അദ്ദേഹം റിലേഷൻഷിപ്സ് കൈകാര്യം ചെയ്യുന്നതും അത് അദ്ദേഹം എങ്ങനെ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വളർന്നു വരുന്ന തലമുറയെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യോ എന്ന് ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ നേരത്തെ അലൻ പറഞ്ഞ പോലെ ഈ ഗ്ലാമറൈസ് ചെയ്ത് ഇങ്ങനെ ഒരു ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ ഒരു വയലൻസോ അല്ലെങ്കിൽ ഒരു കില്ലിങ്ങോ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു മാധ്യമങ്ങളിൽ നിന്ന് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു യൂത്താണ്. അതായത് ദേ ക്ലിയർലി നോസ് ഇത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് നോളജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ ഇന്ന് മാർക്കോ കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടു, ഞാൻ നാളെ മേലാക്കം ഒരു ഗുണ്ടയായി മാറാം അല്ലെങ്കിൽ ഒരു ഇത്രയും ഹീനമായ രീതിയിൽ വയലൻസുകൾ
ആഘോഷിക്കാം എന്ന് വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആ ഒരു സിനിമ കണ്ട് ഞാൻ ഒരു ഗുണ്ടയായി മാറാം അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിമിനലായി മാറാം എന്ന് കരുതി ഒരാളും തിയേറ്ററിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മളൊരു കോമഡി സിനിമ പഴയ കാലത്ത് ഇപ്പൊ കിലുക്കം കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ തിയേറ്റർ വിട്ടു വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അല്ല, സിനിമ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് മാത്രം തരണം എന്നുള്ളത്. പക്ഷെ ഇപ്പം അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഞാനൊരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകും. ദൃശ്യം എന്നൊരു സിനിമ, അതിനകത്തൊരു കൊലപാതക സീനുണ്ട്. സോ ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്തേക്ക് എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ദൃശ്യത്തിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടല്ലോ, സോ എനിക്കും അതുപോലെ ഒരു സംഭവം ചെയ്ത് ഈ ഒരു അവസരത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരു അങ്ങനെയാണ് സിനിമകൾ ഇൻഫ്ലുവൻസ് ആവുന്നത്. കേരള പോലീസ് വരെ ഒരു ഒരുപാട് പക്ഷേ അത് സിനിമയാണ്. ദൃശ്യം എന്ന് പറയുന്നതിൽ ആ ഒരു സ്റ്റോറി സിനിമയാണ്. അതിപ്പോൾ ഒരാൾ അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സിനിമയായ കാരണമാണ്. അതിൽ ടെക്നിക്കലി ലീഗൽ ആസ്പെക്റ്റിൽ കുറേ ഫോൾട്ടുകളുണ്ട്. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു റീക്രിയേറ്റ് ദാറ്റ്, ഇതേപോലെ നമുക്ക് ചെയ്താൽ ഓഫ് കോഴ്സ് ദേ വിൽ ബി ഇൻ ജയിൽ. അത് റീക്രിയേറ്റ് ചെയ്യുന്ന സിനിമാറ്റിക് എലമെന്റിനോടല്ല ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു മാനസികമായ ഒരു സാഹചര്യത്തിൽ സിറ്റുവേഷന് വരുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ രീതിയിൽ എനിക്ക് രക്ഷപ്പെടാം, ഈ ഒരു അവസരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരു ചിന്ത വരില്ല. ഇതിന്റെ വേറൊരു വശമുള്ളത്, ഇപ്പൊ ക്രിയേറ്റേഴ്സ് ആണ് കോണ്ടന്റ് കൊണ്ടുവന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ വെക്കുന്നത്. ക്രിയേറ്റേഴ്സിന് ഒരു പ്രതിബദ്ധതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഉദാഹരണം, ബ്രേക്കിംഗ് ബാഡിന്റെ ക്രിയേറ്റർ വിൻസ് ഗില്ലിഗൻ, അദ്ദേഹം പറഞ്ഞത് അവർ ഇൻഡെപ്ത് ക്രിസ്റ്റൽ മെത്ത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യാന്നുള്ള പ്രോസസ്സ് പഠിച്ചെടുത്തു. എന്നിട്ട് ഇവർക്ക് വേണമെങ്കിൽ അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു അത്രേ. കാരണം അവർ അത്രയും റിസർച്ച്ഡ് ആണ്, വെൽ ഡോക്യുമെന്റഡ് ആണ്. ലാസ്റ്റ് മിനിറ്റ് അവർ തീരുമാനിച്ചു ആ ഭാഗം ഷൂട്ട് ചെയ്യണ്ട, ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഭാഗം ഷൂട്ട് ചെയ്ത് കാണിക്കണ്ട. അതല്ലേ ഒരു കമ്മിറ്റ്മെന്റ്. അവിടെ നിർത്തി. മറ്റതൊക്കെ കഥയാണ്, അദ്ദേഹം കഥയായിട്ട് പറയുകയാണ് കാര്യങ്ങൾ. പക്ഷെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ആൾക്കാർ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ക്രിസ്റ്റൽ മെത്ത് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കും എന്നൊരു കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഷൂട്ട് ചെയ്തില്ല. അത് തന്നെയല്ലേ നമ്മുടെ സിനിമാക്കാരും മിക്കപ്പോഴും ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഓടി ചെല്ലുന്ന ഒരിടത്ത് പെട്ടെന്ന് ഒരു മനുഷ്യൻ തൂങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ കാലുകൾ ആടുന്നു, ഇതേ കാണിക്കുന്നുള്ളൂ. അയാൾ ആ കയറെടുത്തോണ്ട് പോയി മരത്തെ തൂങ്ങുന്നത് നമ്മുടെ സിനിമാക്കാരും കാണിച്ചിരുന്നില്ല. ഇപ്പൊ കാണിക്കുന്നത് ഞാനൊരു കത്തിയുമായി പോകുന്നു, എനിക്ക് ലാലിനെ കുത്തി കൊല്ലണം, ആദ്യം കുറച്ച് കുത്തുന്നു, പിന്നെ ഞാനൊരു ചായ കുടിക്കുന്നു, പിന്നെയും കുത്തുന്നു, തീരുന്നില്ല. പക്ഷെ അല്ല, അത് ഞാൻ പറഞ്ഞത് ഇത് നേരത്തെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പ് സീൻ ഞാൻ കണ്ടേക്കണത് മോണിക്ക ബെല്ലുച്ചി അഭിനയിച്ച ഇറിവേഴ്സിബിളാണ്. ഭയങ്കര വയലൻസ് ആയിരുന്നു. അത് കാണാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതിനു മുമ്പും അതിന് ശേഷവും ഇവിടെ അത്തരം ക്രൈം എലമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ്. അപ്പോൾ അത് സിനിമ ഒരു മാധ്യമമായിട്ട് അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് അത് ചെയ്യുമെന്ന് എനിക്ക് അതിനോട് അഭിപ്രായമില്ല. അതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരു ക്രിയേറ്ററിൻ്റെ ഒരു സ്പേസാണ്. അയാൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ സമൂഹത്തിൽ ഇഷ്ടംപോലെ അർജുൻ റെഡ്ഡി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു അനിമലിലൊരു ക്യാരക്ടർ സ്ഥിരമായിട്ട് അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവാം. അവരുടെ ഒരു വേർഷൻ അയാൾ ഒരു സിനിമയിൽ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിന് ഒരു സെൻസർഷിപ്പ് വെക്കുകയാണെന്ന് വയ്ക്കുക, ലൈക്ക് ഓക്കെ ഇത്തരം കില്ലിങ്സ് വേണ്ട, നാളെ ഓക്കെ ഈ സിനിമയിൽ ഈ ദ്വയാർത്ഥ പദങ്ങൾ വേണ്ട, നാളെ റേപ്പ് തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ സിനിമകളിൽ ഉപയോഗിക്കേണ്ട, ദെൻ ദിസ് കീപ്സ് ഗോയിങ് ഓൺ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയോ അങ്ങനെ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തമാശ രീതി. ഇറ്റ് വിൽ കം അഗെയിൻ ബാക്ക് ടു ഒരു ചെറിയൊരു റീൽസ് മതി. ബിക്കോസ് ഞങ്ങൾക്ക് അത്രയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. സിനിമ എന്നുള്ളൊരു മാധ്യമം ഒരു ചിരിക്കാനോ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് ആരാണ് തീരുമാനിക്കുന്നത്? നല്ല രീതിയിൽ ഒരു ഹാപ്പി എൻഡിങ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഉത്തരം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അവിടെ ഒരു സെൻട്രൽ ബോർഡ് ഉണ്ട്, അവിടെ സെൻസർ ബോർഡ് ഉണ്ട്. ആ സെൻസർ ബോർഡ് പറയുന്നുണ്ട് കൃത്യമായിട്ട് സിനിമ ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സീനാണെങ്കിൽ അവിടെ ഒരു ക്രൈമോ കാര്യങ്ങളോ കാണിക്കാം. അവിടെ ഈ പറഞ്ഞ കുട്ടികൾക്കെതിരെയുള്ള ആ വയലൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസോ കാര്യങ്ങളോ ഒന്നും കാണിക്കരുതെന്ന് കൃത്യമായിട്ട് 3, 4, 5, 6 പോയിന്റ് അതാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും
എന്താ പറഞ്ഞത്, അത് കൃത്യമായി നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. മാർക്കോ എന്നുള്ള സിനിമ കൃത്യമായിട്ട് സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സീൻ പോലും ആ സിനിമയിലെ തിയേറ്ററിലേക്ക് എത്തില്ല. പക്ഷെ ഇത് എങ്ങനെ തിയേറ്ററിലേക്ക് എത്തി? അവർ പറഞ്ഞു 40 മിനിറ്റോളം കട്ട് ചെയ്ത് മാറ്റി എന്ന് പറയുന്നുണ്ട്. സെൻസർ ബോർഡിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഇത് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സിനിമ തിയേറ്റർ കാണില്ല. അതുപോലെയാണ് സിനിമ എടുത്തു വെച്ചത്. അതിൽ നമുക്ക് ഒരിക്കലും ക്രിയേറ്ററിനെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് ക്രിയേറ്റർ, കാരണം സെൻസർ ബോർഡാണ് തീരുമാനിക്കേണ്ടത്. ക്രിയേറ്റർ ഇന്ത്യയിൽ ഒരു സിനിമ സെൻസർ ചെയ്ത് ഇറക്കണം എന്നുള്ള രീതിയിലാണല്ലോ ഒരാൾ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതല്ല, അത് ഡിസൈഡ് ചെയ്യേണ്ടത് സെൻസർ ബോർഡാണ്. അതായത് ഈ സിനിമയിൽ ഇത്തരം സീനുകൾ വയലൻസ് എലമെന്റ് കൂടുതലാണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ബോർഡാണ്. ബോർഡ് അത് കറക്റ്റ് ചെയ്യാത്തത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിൽ നമുക്ക് ക്രിയേറ്ററിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് ചെയ്ത് കഴിഞ്ഞിട്ടും അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? യു അല്ലല്ലോ, എ തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ആണ്. എ സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതിയിട്ട് ഈ തരത്തിലുള്ള സിനിമകൾ സെൻസർ ചെയ്ത് കൊടുക്കില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഇത്തരത്തിലുള്ള ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അത് അപ്രൂവ്ഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് ചെയ്ത് വരാത്ത സിനിമകളില്ല. ഈ ബ്ലാക്ക് ഫ്രൈഡേ സെൻസർ ബോർഡ് പിടിച്ചു വെച്ചതിന് അവരെ കളിയാക്കിയിട്ടാണ് പുള്ളി നോ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തത്. അവരെ സർക്കാസ്റ്റിക്കലി എങ്ങനെ കളിയാക്കാമെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു ലോ ഉണ്ടെങ്കിൽ സെൻസർ ബോർഡാണ് തീരുമാനിക്കേണ്ടത് ആ സിനിമ ഇറക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ സെൻസർ ബോർഡിനെ ഒന്ന് മാറ്റി നമ്മൾ വെച്ചു നോക്കിയാൽ, ഞാൻ പ്രോബ്ലി നമ്മുടെ ഈ തലമുറയിൽ ഏറ്റവും അറിയപ്പെടുന്ന പാർവതി തിരുവോത്തൊരു കസബയെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതിൽ അവരെടുത്ത് പറഞ്ഞത്, ഒരു ക്രിയേറ്റർക്ക് അറിയാം ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ഇത് കയ്യടി കിട്ടാൻ, വിസിൽ വർത്തിയാവാൻ എന്ത് ചെയ്യണം, അല്ല ആ ഒരു വിഷയം സംസാരിക്കാൻ എന്ത് ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഇപ്പോൾ വയലൻസിനെ കുറിച്ച് സംസാരിക്കരുതെന്നും പറയില്ല, സിനിമയാണ്, സിനിമയിൽ എന്ത് കഥയും പറയാം. പക്ഷെ ഈ വയലൻസ് കയ്യടി നേടാൻ വേണ്ടി ഉപയോഗിക്കണോ, അതോ അത് കഥയായി പറഞ്ഞു പോകണോ? എനിക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത് എളുപ്പത്തിൽ കയ്യടി നേടാവുന്ന ഒരു കാര്യമായിട്ട് വയലൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചിലപ്പോ എനിക്ക് എല്ലാ സിനിമകളും സത്യമാണ്. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു ആ സ്റ്റേറ്റ്മെന്റ് അന്ന് നടത്തിയപ്പോൾ അടുത്തിരുന്ന വേറൊരു വ്യക്തി ആണ് അതിനെ പുഷ് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറഞ്ഞത്. ആൻഡ് അവർ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ ടീസറിൽ ഈ പറയുന്ന ഈ കസബെ വെച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞതാണ് സിമിലർ കൈൻഡ് ഓഫ് ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റി. സോ ഒരു ഓപ്പൺ ഡിബേറ്റിൽ നമ്മൾ പലതും പറയുകയും വെൻ ഇറ്റ് കംസ് ടു മൈ സിനിമ I want to think about the business, I want to think about all the other stuff എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും. അപ്പോൾ ബേസിക്കലി അവർ ആലോചിക്കുന്നത് ബിസിനസ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസർക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഓവറോൾ ഈ പറയുന്ന ഓഡിയൻസിന് എന്താണോ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പല ഫീഡുകളും ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിലും ദാറ്റ് കീപ്സ് ഓൺ കണ്ടിന്യൂയിങ്. വി ആർ യൂസ് ടു ഇറ്റ്. അത് വാച്ച്. പക്ഷെ അത് വിചാരിച്ച് എല്ലാവരും നാളെ മേലാക്കം, പണ്ട് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് ചാടിപ്പോയി. പക്ഷെ അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിരുന്നില്ല. പിന്നെ ഇന്നത്തെ കാലം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാം ആക്സസിബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ ക്രൈം എലമെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ മാർക്കോ എന്ന് പറയുന്നത്, ബിക്കോസ് ഞാൻ മാർക്കോ കണ്ടപ്പോൾ എനിക്ക് ഞാനിത് കുറേ ഇംഗ്ലീഷ് സിനിമകൾ വേറെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഡോഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു സിനിമ ജോൺ വിക്കിൻ്റെ കുറേ സീരീസ് ഉണ്ട്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ ആ രീതിയിലാണ് പോയി കണ്ടത്. ആൻഡ് ഞാൻ ആലോചിച്ചത് അതിൻ്റെ ടെക്നിക്കാലിറ്റിയും കൂടിയാണ്. ഓക്കെ, അവരെന്തായാലും ഒറിജിനലി ആരെയും കൊല്ലാൻ പോകുന്നില്ല, ദേ ആർ യൂസിങ് ദ പ്രോപ്സ് അല്ലെങ്കിൽ. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഞാൻ പോയി കാണുന്നത്. സോ ഇന്നത്തെ യൂത്തിന് അത്തരം നോളജ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആൻഡ് ക്രിയേറ്ററുടെ സ്പേസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ ഇൻ ടേംസ് ഓഫ് വയലൻസ് ആയാലും അല്ലെങ്കിൽ എന്ത് ജോണറാണ് സംസാരിക്കണമെന്ന് വെച്ചാലും അത് നമ്മൾ സ്പേസ് കൊടുക്കണം. നമ്മളത് ഇപ്പോഴേ കട്ട് ചെയ്ത് ഓരോന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ
സ്ക്രീൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ഔട്ടും പിന്നെ അത് കഴിയുന്നവരെയും ഒരു ബ്ലാക്ക് ഫ്രെയിം മാത്രമായിട്ട് ഇരിക്കേണ്ടി വരും. ബിക്കോസ് അതെ സിനിമയിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതെ 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 പക്ഷേ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ കാണുമ്പോൾ ആ രീതി ചിന്തിക്കാം. പക്ഷെ എല്ലാ ആൾക്കാരും അങ്ങനെ പോയി അലന്റെ കാണുന്നില്ല. ഗ്രിപ്പ് കണ്ടാൽ ഒരു ക്രിയേറ്ററായ ഞാൻ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ വന്ന് പെട്ടുപോയല്ലോ എന്ന രീതിക്കാണ് എക്സ്പ്രഷൻ. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ഇത് ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഇനിയും കുറേ സിനിമകൾ, ഇപ്പോൾ ഒരെണ്ണം ഹിറ്റായി ഒരു ആക്ഷൻ അല്ലെങ്കിൽ വയലൻസ് ഹിറ്റായിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ചിലപ്പോൾ സിനിമകൾ അങ്ങനെ ഇറങ്ങുമായിരിക്കും. അതൊരു സാധ്യതയാണെന്ന് നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇല്ലെങ്കിൽ കഥ എഴുതാനിരിക്കുന്ന ആൾക്കാർക്കും കൂടി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് കുറച്ച് നാൾ ഓടും. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. അത് നിന്ന് കഴിയുമ്പം വേറെ എന്തെങ്കിലും ഒരു സാധനം വരുമായിരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അല്ല സലീം കുമാർ പറഞ്ഞു കോമഡി സിനിമകൾ വന്നിട്ട് ഒത്തിരി നാളായെന്ന് അങ്ങനെ പറഞ്ഞു. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ രമേശ് പിഷാരടിയുടെ ഇൻ്റർവ്യൂവിൽ മഹേഷ് നാരായണ പുള്ളി പറയായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കോമഡി പടവും ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചട്ടമ്പിനാട്, മായാവി അല്ലെങ്കിൽ പണ്ടൊക്കെ ഗോഡ് ഫാദർ അങ്ങനെയൊക്കെ ഇറങ്ങിയ പോലുള്ളൊരു തമാശ സിനിമകൾ വരുന്നില്ല. ഇനി ഒരു പക്ഷേ ഈ ആക്ഷൻ വയലൻസ് കഴിഞ്ഞതിന് ശേഷം അത്തരം ഒരു സിനിമകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇനി വരാൻ പറ്റുക. ആരും മാറ്റി നിർത്തുന്നില്ല. നമ്മളിപ്പോ സിനിമ ഇറങ്ങിയ നല്ലൊരു പ്രണയം കോമഡി നല്ല വിജയമായിരുന്നു. അത് ഒന്നേ വന്നിട്ടുള്ളല്ലോ. ഞാൻ പറഞ്ഞ ആരും ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സിനിമ വരരുത് എന്നൊന്നുമില്ല. ഏത് കാലഘട്ടത്തിലായാലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ വയലൻസ് വന്നതുകൊണ്ട് എല്ലാവരും വയലൻസ് എടുത്താൽ വയലൻസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, ഇതൊരു ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് ബിസിനസ് മാറ്റുകയാണ്. തീർച്ചയായും അത് ബിസിനസ് ഉണ്ട്. പ്രതിബദ്ധത കാര്യങ്ങളൊന്നും ഇല്ല. ആ പ്രതിബദ്ധത വേണ്ടേ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ അത് രണ്ടു വശവും പറയാവുന്നതാണ് അല്ലേ? രണ്ടു വശവും പറയാം. അല്ല, പ്രതിബദ്ധത വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പടം കൊമേഴ്ഷ്യലി സക്സസ് ആവത്തില്ല. പടം അറ്റ് എൻഡ് ഓഫ് ദ ഡേ അതൊരു ബിസിനസ് ആണല്ലോ. എല്ലാവരുടെയും പൈസയും ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് ആൾക്കാരിൽ എത്തുക, പടം വിജയിക്കുക എന്നുള്ളതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് തന്നെ പറഞ്ഞതനുസരിച്ച് ഈ ട്രെൻഡുകൾ മാറി മാറി വരുന്നത്, ഇപ്പം ഇതിനു മുമ്പ് തമാശയും ഈ വയലൻസിൻ്റെയും ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡായിരുന്നു എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന നായകൻ, അദ്ദേഹം നാടുവിട്ടു പോകുന്നു, പിന്നെ റിച്ചായിട്ട് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് തന്നെ ഉപദ്രവിച്ച എല്ലാവരോടും പുള്ളി മാപ്പ് പറയുന്നു, പുതിയ വില്ലന്മാരെ ഒതുക്കുന്നു. ഇത് ഒരു ട്രെൻഡായിട്ട് ഇതേ തീം വെച്ചുകൊണ്ട് പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ട്രെൻഡായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു ട്രെൻഡായിരിക്കും ഇനി ഒരു പക്ഷേ അടുത്തത് വരിക. ഇല്ലെങ്കിൽ അത് ഈ എല്ലാ സിനിമകളുടെ ഇടയിൽ നിൽക്കുന്നപ്പോഴായിരുന്നു അനിയത്തിപ്രാവ് പോലൊരു പടം വന്ന് ഹിറ്റായത്. അല്ലാതെ ആ സമയത്തൊരു പ്രണയപടം അല്ലെങ്കിൽ പ്രണയ സിനിമകളുടെ ഒരു യാത്രയൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ ഒരു സെൻസ് ഇപ്പോൾ മുമ്പ് ഞാൻ രാപ്പകൽ കാണുമ്പോൾ വളരെ ഭയങ്കര രസകരമായി തോന്നിയൊരു സിനിമേനെ ഇപ്പോൾ ആൾക്കാർ വേറെ ആസ്പെക്റ്റിൽ കണ്ടു തുടങ്ങി. അതായത് അതിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് മമ്മൂട്ടി. അപ്പോൾ ടെക്നിക്കലി ആളവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരെല്ലാവരും ജോലി ചെയ്ത് അവരെല്ലാവരും ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ അവർ മദ്യപിക്കുക അല്ലെങ്കിൽ ചീട്ട് കളിക്കുക ചെയ്യുമ്പോൾ ഹു ഈസ് ഹീ ടു ഇൻ്റർഫിയർ ഇൻ ദിസ് എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ച് തുടങ്ങി ആൾക്കാർക്ക്. അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഇപ്പോൾ ബാലേട്ടനാണെങ്കിൽ എന്ത് കാണുമ്പോഴും ഇപ്പോൾ നെടുമുടി വേണു ഇപ്പോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരു 2-3 സിനിമകൾ സ്ഥിരം മൂകാംബിക പോലായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ വേറൊരു ആംഗിളിൽ കണ്ടപ്പോൾ അപ്പോൾ അതാ ഞാൻ പറഞ്ഞതല്ലേ, ഈ ആൾക്കാരുടെ തോട്ട് മാറുന്നുണ്ട്. ചിലപ്പോൾ അവർ ഈ വയലൻസിലേക്ക് കാണുന്നത് ചിലപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞ് ആ ഒരു സെൻസിലായിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഭയങ്കര പ്രശ്നമാവും, ട്രോമയാവും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ ട്രോമയായിട്ട് കണ്ട പല ക്യാരക്ടേഴ്സും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള വേറെ വേർഷൻ കാണുന്നുണ്ട് ആൾക്കാർ. അതേപോലെ കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മേക്ക് ഇറ്റ് വെരി ലൈറ്റ് എന്നുള്ള രീതി. പക്ഷെ ചില കാര്യങ്ങളിൽ നിയമം നല്ല പ്രൊട്ടക്ഷൻ തന്നെ, പ്രൊട്ടക്ഷൻ എന്നല്ല കർക്കശമായ ഒരു നിലപാട് സിനിമകളോട് എടുക്കും. ഇപ്പോൾ നേരത്തെ ലാലു ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഒരു സിനിമയിൽ ഒരു രാജ്യത്തിനെതിരെയോ രാജ്യത്തിന്റെ പതാകയ്ക്കെതിരെയോ ഒക്കെ സംസാരിക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ കൃത്യമായി അത് സെൻസർ ചെയ്ത് കളയപ്പെടും അല്ലേ? പക്ഷെ അതേസമയം അതേ സെൻസർ ബോർഡിന്റെ കയ്യിൽ ഈ വയലൻസ് കർബ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. ഇതെല്ലാം അതേ സെൻസർ ബോർഡിന് അണ്ടറിലുണ്ട്. അത് ചെയ്യണോ വേണ്ട അവരുടെ കയ്യിലാണ്, അവരുടെ കയ്യിലും. പിന്നെ അത് സ്ക്രിപ്റ്റിന് അനുസരിച്ചിട്ട് അത് ആവശ്യമാണെങ്കിൽ അവർക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. ഡിമാൻഡ് ചെയ്യാം. പുതിയൊരു സെൻസർ ബോർഡിന്റെ ഓഫീസിന്റെ ഒക്കെ പുറത്തു പോയി നിന്ന് കാണാം ചെറിയ ചെറിയ സിനിമകളുമായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് ഒന്ന് സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റിനായിട്ട് പുറത്ത് കാവലിരിപ്പുണ്ട്. ഒരു മൃഗത്തെ കൊല്ലുന്ന സീനാണെങ്കിൽ, ഒരു പന്നിയെ കൊല്ലുന്ന സീനാണെങ്കിൽ പോലും അത് റിയൽ ആയിട്ടുള്ള പന്നീനെ അല്ല കൊന്നത്. ആ പന്നി
ഫേക്ക് ആയിരുന്നു അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കിയതാണ് എന്നതിന് പ്രൂഫ് കൊടുത്ത് ആനിമൽ ഹസ്ബൻഡ്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ പന്നി ഇപ്പോഴും ഹെൽത്തി ആയിട്ടുണ്ടെന്ന് ഉള്ള പ്രൂഫ് കൊടുത്താൽ മാത്രമേ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. മനുഷ്യരെ കൊല്ലുമ്പോൾ ഇനിയിപ്പോ അങ്ങനെ എഴുതി കാണിക്കേണ്ടി വരും. നമ്മൾ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. ആരെയും കൊന്നിട്ടില്ല എന്നുള്ളത് എഴുതി ഞാൻ കാണിക്കേണ്ടി പറഞ്ഞ ചെറിയ ചെറിയ സിനിമകൾ അങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതുപോലുള്ള വലിയ സിനിമകൾ എങ്ങനെ പുറത്തോട്ട് വരുന്നു, ഈ നിയമങ്ങളെല്ലാം തകർത്ത് എറിഞ്ഞ് പുറത്തേക്ക് വരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ക്രിയേറ്ററിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് സിനിമ. മാറി വരുന്ന സമൂഹത്തിൽ കാലഘട്ടത്തിൽ ക്രിയേറ്റർക്ക് സംസാരിക്കാൻ ഒരു തോട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തെ നമുക്കൊരിക്കലും തടയാൻ പറ്റില്ല. ആ ക്രിയേറ്റർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് സിനിമയായി തരുകയും ചെയ്യും. മാറി മാറി വരുന്ന ട്രെൻഡിൽ വയലൻസും ഒരു ട്രെൻഡാണ് എന്നും നമുക്ക് കരുതാം. നിങ്ങൾ എന്താ കരുതുന്നത് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക കമന്റ്സിലുണ്ട്.